ലക്ഷ്മി എത്ര നാളെ കണ്ടിട്ട്? നീ എവിടെയായിരുന്നു? പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലേ? എന്നെ മനസ്സിലായില്ലേ? എടേ നമ്മള് ഓർമ്മയുണ്ടോ? ഒരു ഐസ് മേടിച്ചിട്ട് അപ്പുറം തിന്ന ഓർമ്മയില്ലേ? ഒരു സിപ്പ മേടിച്ച് കുടിച്ച ഓർമ്മയില്ലേ? ഓർമ്മയില്ല? ലക്ഷ്മി അല്ലേ? ലക്ഷ്മി തന്നെയല്ലേ? പിന്നെ എന്താ ലക്ഷ്മി? എന്നെ ഓർമ്മയില്ലേ? ലക്ഷ്മി മനസ്സിലായില്ലേ? ലക്ഷ്മിയുടെ മാസ്ക് മാറ്റേ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്മി അല്ല കേട്ടോ, സോറി, തെറ്റിപ്പോയി, ആള് മാറിപ്പോയി കേട്ടോ. ലക്ഷ്മി എവിടെ പോവാ? കേറ്, ബാ, കേറ്. ആമാ, പണത്തിന് പോണ്ടേ? മാസ്റ്റർ കാണാൻ പോണ്ടേ? ഞാൻ നിന്നെ നോക്കി നിൽക്കുക. നീ ഇവിടെ അനിയനെ കൊണ്ട് വിട്ടിട്ട് വരാന്ന് പറഞ്ഞ കേറ്. എടാ നീ കേറടേ. ഇവിടെ അളിയാ, നീ വീട്ടിൽ ഇരുന്ന് ഉറങ്ങിക്കിടന്ന് ഞാനാണോ? എന്നെ നീ വിളിച്ചിട്ട് വാളിയോ മാസ്റ്റർ കാണിച്ചു തരാം, നീ പോപ്കോൺ മേടിച്ചു തരാം, ജ്യൂസ് കാണിച്ചു തരാം, ഷർട്ട് ഊരി പോവാന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്നോ? ഡേയ്, നീ എനിക്ക് ടിക്കറ്റ് എടുത്ത് തരാന്ന് ഫാൻ ഷോയ്ക്ക് 2 ടിക്കറ്റ് കിട്ടി, വാളിയാന്ന് പറഞ്ഞ എന്നെ വിളിച്ചിട്ട് നീ അനിയനെ കൊണ്ട് ഇവിടെ വിടാ, നീ ഇവിടെ വന്ന് നിക്കടിയാ, ഞാൻ താ വരുന്നെന്ന് പറഞ്ഞിട്ട്. അളിയാ, നീ സുരേഷ് അല്ലേ? അളിയാ, മാസ്ക് ഒന്ന് വെച്ചേ. ഞാനതിന് മുഖം ശ്രദ്ധിച്ചു. ആള് മാറിപ്പോ കേട്ടോ. സോറി. റീന അടുത്ത് പറഞ്ഞേട്ടോ, ഞാൻ അവിടെ വന്നിട്ട് കാണാൻ പറ്റിയില്ല. നിങ്ങള് ബോയ്സിലല്ലേ പഠിക്കുന്നേ? നിങ്ങൾ ക്ലാസ്സിലല്ലേ റീന പഠിക്കുന്നേ? അല്ല, നിങ്ങളെ കണ്ടല്ലേ, ഞാൻ ഒരു ഡ്യൂക്കിലൊക്കെ വന്ന് വിളിച്ചിട്ടുണ്ട് റീന. ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് വിളക്കുടിന്ന് വരുന്ന റീനയെ ഒരു വട്ടം എൻ്റെ കൂടെ ഒളിച്ചോടി വന്നിട്ട് അവിടെ ചേട്ടന്മാര് പിടിച്ച് എന്നെ ഇടിച്ച ഓർമ്മയില്ലേ? നിങ്ങൾ ക്ലാസ്സിലല്ലേ? അല്ലല്ലേ? ആ, സോറി. മതിയടാ, ബാ പോവാ, ബാ മതി, കേറ്. മാസ്റ്റർ കാണാൻ പോണ്ടേ? ഇതാരാ? എടാ, പടം കാണാൻ പോണ്ടേ? കേറ്. ഞാൻ വേറെ. നീ വേറെ എവിടെയെന്നോ? കേറളിയാ അങ്ങോട്ട്. കുറെ നേരെ വന്നി, കേറ്. വണ്ടി കയറി. പടം കാണാൻ പോവോ? നീ പടം കാണാനല്ലടാ വീട്ടിൽ ഇരുന്നായിരുന്നു എന്നെ വിളിച്ചോണ്ട് വന്ന്. എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, തമിഴ് റോക്കേഴ്സ് ഇറക്കാന്നൊക്കെ പറഞ്ഞത്. അതല്ല വാടയുടെ കേറ്. അളിയ, നീ താക്കോലിട്ട് നമുക്ക്. നീയല്ലേ ഇവിടുത്തെ, നമ്മളല്ലേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തമിഴ് റോക്കേഴ്സിന്റെ. പ്രിന്റ് എടുക്കണ്ടേ? കേറ്. നീ പേരെന്തോ? വിനയൻ. മുഖം നോക്കട്ടെ. അയ്യോ, ആള് മാറിപ്പോയല്ലോ അളിയോ. എന്റെ ദൈവമേ, ആള് മാറിപ്പോയി. അളിയ, ഞാൻ അന്നേ ഈ തമിഴ് റോക്കേഴ്സിന്റെ കഥയൊന്നും പറയില്ല കേട്ടോ. അതെല്ലാം പറയാം, നമ്മൾ മാത്രം തന്നെ അടി. നിങ്ങളോട് വന്ന സന്ധ്യ എന്തേടെ എൻ്റെ അടുത്ത് എവിടെ വയ്ക്കാൻ പറഞ്ഞേ? ഇല്ല, മാസ്റ്റർ പടം കാണാൻ വരാന്ന് പറഞ്ഞു. നിങ്ങളോടെ വരാന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂടെ പഠിക്കുന്നല്ലേ? നിങ്ങൾ എവിടെന്നാ വരുന്നേ? ആ, സെക്രട്ടറി പഠിക്കുന്നേ. നിങ്ങളോടാ പഠിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളെ കാണിച്ചു, നിങ്ങളോട് നിൽക്കുമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ട് അങ്ങോട്ട് വന്ന് നിങ്ങളോട് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയപ്പോ നിങ്ങളോട് ഉണ്ടായിരുന്നല്ലോ. ആ, ഇപ്പൊ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയപ്പോ കണ്ടായിരുന്നല്ലോ അവള് നിങ്ങളോട് നിൽക്കുന്നേ. ഞങ്ങൾ എത്ര വർഷമായിട്ട് പ്രേമാന്നറിയാം. ഞാൻ 1 വർഷത്തിന് ശേഷം ഇന്നാ കാണുന്നത്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നയാ. എനിക്ക് അവളെ കാണാൻ പോകാനും പറ്റത്തില്ല. എന്തോ ചെയ്യും? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് വന്നത്. ആ, യൂണിഫോം കളർ ഇട്ടയോ? കൺസെഷൻ എനിക്ക് അറിയത്തില്ല. ഞാൻ 1 വർഷത്തിന് ശേഷം വന്നയാ ഗൾഫിൽ നിന്ന് കാണാൻ. ആ, നീ എന്താ ആളെ പറ്റിക്കുന്നു? നീ എനിക്കൊരു സ്റ്റാമ്പ് തന്നില്ലായിരുന്നോ? എന്താ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ? നിക്കടേ, എന്താ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ? എന്നിട്ട് നീ നമ്മുടെ ലെറ്ററിൽ ഒട്ടിക്കുന്ന 2 രൂപയുടെ സ്റ്റാമ്പ് വന്നിട്ട് പറയാം, അണ്ണാ ഇത് വെച്ചാൽ നാക്കിന്ന് കറങ്ങുമെന്നോ? ഞാനോ? പിന്നെ നീ സ്റ്റാമ്പ് വന്നിട്ട് പറ്റിക്കുന്നോ മനുഷ്യന്? ഞാനോ? നീ അല്ല, പിന്നെ ഞാനോ? എടാ, നീ അവിടെ നിക്ക്. നീ അവിടെ പോവാ? നീ അതിനെ ആലോചിച്ച് നോക്ക്. എടാ, ഒരാളെ മോനെ മാറിക്കോ. സോറിയുടെ ആള് മാറിപ്പോ കേട്ടോ. സോറി കേട്ടോ. പ്രിയ എന്ത് ചെയ്യും നിങ്ങളോട് വന്നേ? പ്രിയെ കാണുവാണെങ്കിൽ ഞാൻ ഇവിടെ നിപ്പോണ്ടെന്ന് പറയണം കേട്ടോ. നിങ്ങളെല്ലാം അവിടെ നിന്നല്ലേ വന്നേ? നിങ്ങളുടെ ബസ്സിലല്ലേ വന്നേ പ്രിയ? അറിയത്തില്ല. അന്ന് അറിയാത്ത പ്രിയ അറിയാത്ത എന്താ? നിങ്ങളെ എല്ലാരെയും പറ്റിക്കുന്നവരെ എന്നെ പറ്റിക്കാൻ നടക്കും കേട്ടോ. നിങ്ങള് മറ്റേ ബേസ് ബോർഡില്ലേ, അതിനകത്ത് ഫെവിക്കോൾ ഒഴിച്ച് വലിച്ചു കഴിഞ്ഞാൽ കിക്കാവും, തലയാവും, പുകയടിക്കും, പശ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് ഒഴിച്ച് അടിച്ച് 2 ആഴ്ച ആശുപത്രി കിടന്നു. ആശുപത്രി നിങ്ങൾ ആരാന്നോ? അണ്ണാ, നിങ്ങൾ എന്നെ ഇപ്പൊ 2 വട്ടം പറ്റിച്ചു. ആദ്യം ലെറ്റർ ഒട്ടിക്കുന്ന സ്റ്റാമ്പ് വന്ന് 2000 രൂപ മേടിച്ച് ഞാൻ പോയി നക്കിയപ്പോഴാണ് മനസ്സിലായി അതിൽ മറ്റേ പോസ്റ്റ് ഒട്ടിക്കുന്ന സ്റ്റാമ്പാണ് 2 രൂപയുടെ. അത് കഴിഞ്ഞ് പശ തന്നു.
അത് പറ്റിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാ മറ്റേ ആളെ കളിയാക്കുക? നിങ്ങൾ ഏതായാലും എനിക്ക് എന്നാ നിങ്ങളുടെ മാസ്ക് ഒന്ന് മാറ്റി തരണം. എന്നെ ഇറങ്ങിക്കറിയാമോ? ആള് മാറി സോറി. ആ ചെല്ല് മക്കളെ ചെല്ല്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള റീന വന്നായിരുന്നു ഇന്ന്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള റീന അറിയത്തില്ല? റീന വന്നില്ലേ? അഞ്ജലി അല്ലേ ഇയാള്? അയ്യോ സോറി, ആള് മാറി കേട്ടോ. വാണ പോവാം. മാസ്റ്റർ എന്നാ നിങ്ങളല്ലേ ഇപ്പൊ വിളിച്ചിട്ട് മാസ്റ്റർ കാണാന്ന് പറഞ്ഞു വിളിച്ചത്? എന്റെ മോൻ അവിടെ വയ്ക്കുന്നേ. ഏതാ ചോദിക്കുന്നത്? അണ്ണന്റെ മോനാണോ അത്? അണ്ണാ ഇവനാ അണ്ണ എന്റെ അടുത്ത് പറഞ്ഞ നിങ്ങൾ വരും കൂടെ കയറുക, നമുക്ക് മാസ്റ്റർ കാണാൻ പോവാന്ന്. സിനിമ പോപ്കോൺ മേടിച്ചാലും ജ്യൂസ് മേടിച്ചാലും പറഞ്ഞായിരുന്നു. ഇല്ലല്ല, എന്റെ മോൻ തിരുവനന്തപുരത്ത് വിളിക്കാൻ പറഞ്ഞു. ആണോ? അണ്ണ ഷെയർ എന്നാ അണ്ണല്ലേ പറഞ്ഞ ആ പൈൻ്റ് അടിക്കാൻ ഷെയർ ഇടാൻ. ഇപ്പൊ ഫോണിൽ വിളിച്ചില്ല എന്നെ. അണ്ണാ ഇപ്പൊ ഷെയർ ഇട്ട പൈൻ്റ് അടിക്കാന്ന് പറഞ്ഞല്ലേ അണ്ണ? ഞാൻ 300 ഇടാം, നീ 300 ഇടാം, നമുക്കൊരു അര എടുത്തിട്ട് അടിക്കാന്ന് പറഞ്ഞല്ലേ? നരേന്ദ്ര പോയിരുന്ന് അടിക്കാന്ന് പറഞ്ഞല്ലേ? അണ്ണല്ലേ എന്നെ വിളിച്ചേ? അല്ലല്ലേ? അയ്യോ അണ്ണന്റെ പേരെന്താ? ചന്ദ്രൻ. ഓ സുരേഷ് എന്ന് പറഞ്ഞ ആളെ വിളിച്ചേട്ടോ. പിന്നെ ചേട്ടൻ ഈ എവിടെ പോവാ? പടം കാണാൻ പോണ്ടേ? വാ. എടാ നീ പൈസ എന്ത്? നീ അല്ലേ ഇപ്പൊ എന്നെ വിളിച്ചത് മാസ്റ്ററിന്റെ പടം കാണാൻ പോവാ, പോപ്കോൺ മേടിച്ചരാം, വെള്ളം മേടിച്ചരാം. എന്ത് ഒറ്റയിടിയാന്നുണ്ടല്ലോ, വീട്ടിൽ കുളിച്ചിട്ടിരുന്ന എന്നെ വിളിച്ചോണ്ടോ? നീ എവിടെ പോ? അവിടെ നിക്ക്. നീ എന്നെ പടം കാണിച്ചിട്ട് പോയാൽ മതി, പോപ്കോണും മേടിച്ചു ഇത് തന്നിട്ട് പോയാൽ മതി. നിന്റെ പേരെന്തോ? വിഷ്ണു എന്നാണോ? എവിടെ സ്ഥലം? എവിടെ? മാസ്ക് ഒന്ന് മാറ്റിയേ. എടാ നീ ചോറിടാ മോനെ, ആള് മാറിപ്പോ കേട്ടോ. ആള് മാറിപ്പോ കേട്ടോ. സോറി ഒന്നും വിചാരിക്കില്ല. പിന്നെ ബ്രോ നീ പ്രാങ്ക് ഷോസ് ഒക്കെ കാണുമോ? കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. മാസ്ക് പ്രാങ്ക് കേട്ടോ. ഒരു ടാറ്റ കാണിക്കുക. അബദ്ധവശാൽ നിന്റെ പേര് ലക്ഷ്മീനായി പോയി, മാച്ച് ആയി പോയി. ഒരു ടാറ്റ കാണിച്ചേ കേട്ടാ. ഒരു സന്തോഷമില്ലേ? ഇപ്പൊ ഒരു സന്തോഷമായില്ലേ? സുഖമായില്ലേ? വീട്ടിൽ നാളെ വരും കേട്ടോ വീഡിയോ, അപ്പൊ കണ്ടിച്ചിരിക്കാം. ഒരു സന്തോഷം തോന്നില്ലേ? കേൽ പ്രാങ്ക്, KL പ്രാങ്ക്. KL ഇല്ലേ കേരളയുടെ? KL പ്രാങ്ക് സെർച്ച് ചെയ്ത് നോക്കിയത് ചേട്ടാ. സന്തോഷമായില്ലേ? ബ്രോ പ്രാങ്ക് ഷോസ് കാണോ ബ്രോ? പ്രാങ്ക് ഷോസ് കാണോ? ആ പ്രാങ്ക് ഷോ. KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു മാസ്ക് പ്രാങ്ക് ആയിരുന്നു ബ്രോ. ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. ഓക്കെ, പക്ഷെ അത് ഇച്ചിരി കൂടെ ആക്കാം. ബ്രോ എന്തോ ടെൻഷൻ ഇരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറയാതെ വിട്ടത്. ഓക്കെ, പ്രാങ്ക് ഷോസ് ഒക്കെ കാണും. പ്രാങ്ക് ഷോസ് യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു പറഞ്ഞു. മാസ്ക് പ്രാങ്ക് പാർട്ടിക്കും കേട്ടോ. പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഈ പ്രാങ്ക് ഷോസ് ഒക്കെ കാണും. പ്രാങ്ക് ഷോസ് KL പ്രാങ്ക് എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു മാസ്ക് പ്രാങ്ക് ആയിരുന്നു ബ്രോ. ക്യാമറ പിടിക്കുന്നുണ്ട്. മാസ്ക് പ്രാങ്ക് ആയിരുന്നു ബ്രോ. ഒരു ടാറ്റ കാണിച്ചേക്കും. അല്ല അയ്യോ ഇതില്ലയോ? കാണിച്ചോ? വീട്ടിൽ വെക്കും. നമ്മളത് ബ്ലർ ചെയ്തിട്ടേക്കാം. ആ കൊച്ചിനെ മറച്ചിട്ടേക്കാം. ഫുള്ള് മറച്ചിട്ടേക്കാം. ആ പെണ്ണിന്റെ ഫുള്ള് മറച്ചിട്ടേക്കാം. ഓക്കെ, ഒരു ടാറ്റ കാണിച്ചേക്കും ബ്രോ. നിങ്ങള് ഈ പ്രാങ്ക് ഷോസ് ഒക്കെ കാണുമോ? പ്രാങ്ക് ഷോസ് ഒക്കെ കാണും. KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു മാസ്ക് പ്രാങ്ക് ആയിരുന്നു കേട്ടോ. മാസ്ക് പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഒരു ടാറ്റ കാണിച്ചേക്ക്. ഒരു ടാറ്റ കാണിച്ചേക്ക് കേട്ടോ. താങ്ക് യു. പിന്നെ പ്രാങ്ക് ഷോസ് ഒക്കെ കാണും. പ്രാങ്ക് ഷോസ് KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു മാസ്ക് പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഒരു ടാറ്റ കാണിച്ചേക്ക്. ഇത് സന്തോഷമായില്ലേ? നമുക്ക് പ്രാങ്ക് ഷോസ് കാണൂ. KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ പ്രാങ്ക് ഷോ ആയിരുന്നു. ക്യാമറ വിട്ടിരിക്കുന്നുണ്ട്. ഒരു ടാറ്റ കാണിച്ചേക്ക് കേട്ടോ. ഒരു ടാറ്റ കാണിച്ചേക്ക്. ഒരു ടാറ്റ തോണ്ടിരിക്കുന്നു. ഒരു ടാറ്റ കാണിച്ചേക്ക് കേട്ടോ. ഒരു ടാറ്റ കാണിച്ചേക്ക്. പ്രാങ്ക് ഷോസ് ഒക്കെ കാണും. എനിക്കത് കാണേണ്ട കാര്യമില്ല. KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് കേട്ടോ. കേട്ടോ. താങ്ക്സ് ചേട്ടാ. പരിപാടികളും ഓക്കെ. പിന്നെ പ്രാങ്ക് ഷോസ് ഒക്കെ കാണും. KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. ക്യാമറ വിട്ടിരിക്കുന്നുണ്ടോ. മാസ്ക് പ്രാങ്ക്. ഈ പ്രാങ്ക് ഷോ ഒക്കെ കാണുമോ? ആ തരികിട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടോ? അതുപോലെ യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. പ്രാങ്ക് ഷോ എന്തോന്നറിയോ? ഈ എന്താണ് ഈ തരികിട പോലത്തെ പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ യൂട്യൂബിൽ KL പ്രാങ്കിന് മാസ്ക് പ്രാങ്ക് കേട്ടോ. ഒരു ടാറ്റ കാണിച്ചേക്ക് കേട്ടോ. ചേട്ടാ ഒരു ടാറ്റ കാണിച്ചേക്ക്. ഒരു ടാറ്റ കാണിച്ചേക്ക്. താങ്ക്സ് ചേട്ടാ. പ്രാങ്ക് ഷോസ് കാണും. പ്രാങ്ക് ഷോസ് ഇല്ല. ഈ പ്രാങ്ക് എന്തോന്നറിയോ? ഇല്ല. ആൾക്കാർ തരികിട പോലത്തെ ഒരു പ്രോഗ്രാം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത് KL പ്രാങ്ക്. KL പ്രാങ്കിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു ബ്രോ. മാസ്ക് പ്രാങ്ക്. ഇതിന്റെ പാർട്ട് 2. ഒരു ടാറ്റ കാണിച്ചേക്ക്. അച്ഛനോ? ഞാനല്ല അച്ഛൻ. ആ ചേച്ചി പോവാം മാസ്റ്റർ കാണാൻ.
മാസ്റ്റർ കാണാൻ പോവാൻ ചേച്ചി. ചേച്ചി ഇപ്പൊ എന്നെ വിളിച്ചില്ലായിരുന്നു ഇവിടെ ഇരിക്കാൻ. റേക്കകത്ത് പിങ്ക് ഉടുപ്പിട്ട് മജന്ത ഉടുപ്പിട്ട് വരുമെന്ന് പറഞ്ഞു. ചേച്ചി പേരെന്തായിരുന്നു ചേച്ചി? പ്രാങ്ക് അല്ലേ ചേച്ചി? അല്ല ചേച്ചി അല്ല ചേച്ചി ചേച്ചി കൊണ്ടുപോയി ചേച്ചി കാണാൻ. പ്രിയ എന്തി മറ്റേ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന പ്രിയരാ. അളിയാ നിക്കടാ, എന്തിടാ പോവാ? എവിടെ പോവാ? മാസ്റ്റർ കാണാൻ പോണ്ടേ? അടുത്ത ഷോ തുടങ്ങാറായി, വണ്ടി എടു. നീ ആന്നോടാ എന്നെ ഇപ്പൊ വിളിച്ചത്? നീ അല്ലേ ഇപ്പൊ എന്നെ വിളിച്ചത്? ഏത് പ്രാങ്ക്? നീ വണ്ടി ഇടറേ. ഹലോ ക്യാമറ കണ്ടായിരുന്നല്ലേ? അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലേ? അറിയല്ലേ? എന്തിനാണോ നീയൊക്കെ കറക്റ്റ് എന്നെ മുന്നിൽ തന്നെ വന്ന് ചാടുന്നത്? എന്നെ പ്ലിങ്ങാക്കാം. ഹായ് ഗൈസ്, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ട് മാസ്ക് പ്രാങ്കിന്റെ പാർട്ട് 2 വേണമെന്ന്. അപ്പോൾ ഞങ്ങളത് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ ഇതാ കഷ്ടപ്പെട്ട് 1 ലക്ഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ്. നിങ്ങളാണ് ഞങ്ങളെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരുപാട് നന്ദി ഗൈസ്. നമ്മൾ ഇനിയും വളരും. കേരളത്തിൽ പ്രാങ്ക് എന്ന് പറഞ്ഞ തരംഗം കൊണ്ടുവരികയും ചെയ്യും ഗൈസ്. നിങ്ങളാണ് എനിക്ക് എന്തോന്ന് പറഞ്ഞത്. എനിക്കിപ്പോൾ ഭയങ്കര ഹരമാണ് ഗൈസ്. കാര്യം അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പെട്ട റിസൾട്ടൊക്കെ ഇപ്പോൾ എനിക്ക് കിട്ടിത്തുടങ്ങി. നിങ്ങളാണ് ഗൈസ്. എനിക്ക് നിങ്ങളല്ല വേറെ ആരും ഇല്ല മച്ചാമാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.